ഇസ്ലാഹിൽ വന്ന ലേഖനത്തെ ഇത് പ്രാർത്ഥന ആണ് എന്ന് വാദിക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഇരുട്ടത്ത് നടന്നു നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹുവാണെന്ന് വിചാരിച്ച് അള്ളാഹുവെ കയ്യിൽ വെളിച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവുമോ? ഇല്ല, ഒരിക്കലും ആവില്ല. ഒന്നുകിൽ അത് പടച്ചവനെ കളിയാക്കലാണ്, പരിഹസിക്കലാണ്, കാഫിറായി പോകും. അല്ലെങ്കിൽ എന്താണ്, വിവരമില്ലായ്മയാണ്, പൊട്ടത്തരം, അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. അത് പ്രാർത്ഥനയല്ല, അബോധികതയില്ല, ഒന്നുമില്ല. കാരണം അത് പ്രാർത്ഥനയാവണമെങ്കിൽ പടച്ചവനോട് മാത്രം ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയാവണം, സഹായ ചോദ്യമാവണം. അതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. സക്കരിയ സ്വലാഹി പറയുന്ന ഈ തൗഹീദിലേക്ക് തിരിച്ചു വരാനാണ് ഞങ്ങളും KNM എന്ന വിഭാഗത്തോട് പറയുന്നത്. ഈ തൗഹീദിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഒരു സഹായ ചോദ്യം അത് മനുഷ്യനോടാകുമ്പോൾ ശിർക്കാവാത്ത സഹായ ചോദ്യം അത് ജിന്നിനോടാകുമ്പോൾ ശിർക്കാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. റഷീദ് അങ്ങനെയാണ് വാദിച്ചത്. അത് ശിർക്കാണ് എന്ന് ഞാൻ സമ്മതിച്ച് കൊടുക്കാത്തത് കൊണ്ടാണ്. മനുഷ്യനോട് ചോദിക്കുന്ന ഒരു സഹായ ചോദ്യം അത് ശിർക്കല്ലെങ്കിൽ ജിന്നിനോടാകുമ്പോൾ അത് ശിർക്കാണ് എന്ന റഷീദിയൻ സങ്കല്പം ഞാൻ സമ്മതിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം എന്നോട് ദേഷ്യം പിടിച്ചു പോയത്. അപ്പൊ നിങ്ങളും അതാണ് വാദിക്കുന്നത്. അത് ആ വിശ്വാസം അഭൗതിക വിശ്വാസമാണ്. ജിന്നുകൾക്ക് അങ്ങനെ ഒരു അഭൗതിക കഴിവില്ല. മനുഷ്യനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ലെങ്കിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ, ഏത് അഭൗതിക വിശ്വാസമില്ലാതെ പ്രാർത്ഥനയില്ലാതെ അതിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയുമ്പോൾ ജിന്നുകൾക്ക് അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം, എങ്കിലല്ലേ ശിർക്കാകുക. ആ വിശ്വാസത്തെ ഇപ്പൊ നിങ്ങൾ ജിന്നുകൾക്ക് അഭൗതിക കഴിവുണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അത് വികല വിശ്വാസമാണ്, അത് തൗഹീദിന് വിരുദ്ധമാണ്, അത് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്. കാരണം മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് പടച്ചോന്റെ പടപ്പുകളിൽ ആർക്കും അങ്ങനെ ഒരു കഴിവില്ല എന്നാണ്. അതാണ് സലാഹിയും പറയുന്നത്. അതെങ്ങനെ വിരുദ്ധമാകുക? സഹോദരങ്ങൾ ആലോചിച്ച് നോക്കും. മരുഭൂമിയിൽ ചെന്ന് ജിന്നെ മലക്കെ മഹാത്മാക്കളെ എന്നെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറയുന്നതും പരിസരത്തുള്ള സാന്നിധ്യത്തിലുള്ള ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ എന്റെ വിളി കേട്ട് സഹായിക്കട്ടെ എന്ന് പറയുന്നതും രണ്ടും എങ്ങനെയാണ് ഒന്നാവുക? ഒന്ന് അബോധിക വിശ്വാസമുണ്ട്, രണ്ടാമത് ഇസ്ലാമിൽ വന്ന ലേഖനത്തിൽ അബോധിക വിശ്വാസമില്ല. അതുകൊണ്ടാണ് അത് പ്രാർത്ഥന അല്ല എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പ്രാർത്ഥനയാണെന്ന് തെളിയിക്കൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ എന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ അവിടെ പെട്ടുപോകും. അതുകൊണ്ടാണ് നിങ്ങൾ മറുപടി പറയാത്തത്. ഇസ്ലാത്തിന്റെ വലിയ വിശ്വാസം, വലിയ പണ്ഡിതനാന്നൊക്കെ പറഞ്ഞു വന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ സംവാദം നടത്തുന്ന ആളാണ്. അയാൾ പറഞ്ഞപ്പോൾ അവിടെ എന്താണെന്ന് പറയുക, നിങ്ങൾ പച്ചയായിട്ട് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിച്ച് ചാവാൻ പോവുക. ഈ മുങ്ങി പൊങ്ങുമ്പോൾ അവസ്ഥകൾക്ക് അറിയാം, എന്താത്ത മുങ്ങി പോകുമ്പോഴുള്ള അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. കാരണം മരണം മാത്രമേ മുന്നിലുള്ളൂ. അപ്പോഴേ ഇപ്പം ഞാൻ എൻ്റെ വീട് പുഴയുടെ മുന്നിലാണ്, പുഴയുടെ മുന്നിൽ എൻ്റെ വീടാണ്. നിങ്ങളെൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാനിന്ന് പുഴയിൽ കുളിക്കട്ടേന്ന്. ഞാൻ വന്നിട്ട് പുഴയിൽ കുളിക്കാൻ അപ്പോൾ നിങ്ങളിൻ്റെ കരക്കൊക്കെ എന്നാൽ കുളിച്ചോന്നറിയാം, അല്ലാതെ അങ്ങോട്ട് ഇറങ്ങണ്ടട്ടോ, എന്തായാലും അറിയാത്തതെന്ന് എന്നോട് നിങ്ങൾ പറയും ചെയ്ത്. ഞാൻ ആ കുളത്തിൽ പെട്ടെന്ന് കാല് എഴുതി അതിലൊരു കുണ്ടിൽ ഈ പുഴയിൽ എന്ത് ചെയ്യാണ് വീണ് ഞാൻ മുങ്ങിപ്പൊങ്ങി. അപ്പം ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, അബു വൈസേ പൊന്നാര അബു വൈസേ എന്നെ പിടിച്ചുവിടുന്ന് പറഞ്ഞു. മരണപ്രാളത്തിൽ നിങ്ങൾ തന്നെ. ഇതിലിപ്പോൾ ശിർക്കൊന്നും ഇല്ലല്ലോ, ഇത് ശിർക്കെന്ന് ആരും പറയില്ലല്ലോ, ഇല്ല, ആർക്കും പാടില്ല. എന്നാൽ അവിടെ ഒരു ജിന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചിട്ട് ജിന്നേ എന്നൊന്ന് രക്ഷിക്കണേ, എൻ്റെ കൈ പിടിച്ച് ഉയർത്തണേ, എന്നൊന്ന് രക്ഷിക്കണേ. ഇബ്രാഹിം നബിയുടെ അന്നത്തെ കാലം ബൽക്കീസിന്റെ സിംഹാസനൊക്കെ കൊണ്ടുവന്ന ആളല്ലേ. അപ്പോൾ ഖുർആൻ തെളിവുണ്ടല്ലോ ഇതിനുള്ള കഴിവുണ്ടെന്നുള്ളത്. പേരപ്പണിയൊക്കെ എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ബിൽഡിംഗ്. അതിൽ ജിന്നേ എന്നൊന്ന് രക്ഷിക്കണേന്ന് അവിടെ ശബ്ദം കേൾക്കുന്ന പേര് ജിന്നിനുണ്ടെന്ന് വിളിച്ചാൽ ആ വിളി എന്തല്ല, ശിർക്കല്ല. അത് എത്ര ഉള്ളൂ എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയില്ല, അത് ശിർക്കില്ല. അതിപ്പോൾ നിങ്ങളെ പുഴയുടെ കക്കത്തി ഇരുന്നിട്ട് അബു വൈസ ഞാൻ രക്ഷിക്കുന്നത് ആ വിളിയാണ്. കാരണം അതാണ് അവർ പറയുന്നത്. എന്താ വെച്ചാൽ മനുഷ്യനോട് തേടുന്ന തേട്ടം ശിർക്കാകാത്തത് ജിന്നിനോട് തേടിയാലും ശിർക്കാകൂല. ഇതിപ്പോൾ എത്ര ആൾക്ക് വിശ്വംകാർക്കറിയാം. അത് അയാൾക്ക് വ്യക്തമായിട്ട് അയാൾ അത് പ്രഖ്യാപിച്ച് പച്ച മുശ്രിക്കൻ വിശ്വാസമായിട്ട് നടക്കുന്നുണ്ട്. അയാളോടൊക്കെ നമുക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറയണം. അയാൾക്ക് പച്ച മുശ്രിക്കുകളുടെ വിശ്വാസം പേര് നടക്കുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അവർക്ക് നമുക്ക് അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വംകാരുണ്ട്, വിശ്വം ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതേ വിശ്വാസക്കാരായി മാറും. കാരണം ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ട്. ഏത് വിശ്വാസത്തിന്റെ പിന്നിലാണോ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവരും അതിൽപ്പെടും. അപ്പോൾ അവരെയും നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പിഴച്ച വിശ്വാസമാണ് നിങ്ങളിവിടെ കൊണ്ടുനടക്കുന്നത്. സൃഷ്ടികളോട് മനുഷ്യരോട് തേടുന്ന തേട്ടം അത് ജിന്നിനോടായാലും അത് ശിർക്ക് വരില്ല. ആ മനുഷ്യനോട് എന്റെ പാപം പുറത്തു തരണേ, എനിക്ക് ഹിദായത്ത് നൽകണേ, എനിക്ക് സ്വർഗം നൽകണേ എന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് തേടി അത് ശിർക്കല്ലേ? അത് ജിന്നിനോട് തേടിയാലും ശിർക്കാം. അപ്പോൾ മനുഷ്യനോട് തേടുന്നത് ശിർക്കല്ലാത്ത കാര്യം ജിന്നിനോട് തേടിയാലും ശിർക്ക്. അതാണ് ഇവർ എവിടെട്ടാലും. അപ്പോൾ മനുഷ്യനെ ഒഴിവാക്കി ഇയാക്കനപ്പുറത്ത് മനുഷ്യനെ ഒഴിവാക്കി എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നില്ലേ? ഇതാണ് ഇറ്റങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടേ സഹോദരങ്ങൾ. നിങ്ങൾ പറയും ഈ ഗ്രൂപ്പ് KNM ഗ്രൂപ്പൊക്കെ മാറ്റി വെച്ചോളി. ഈ പിഴച്ച വിശ്വാസം പിശാചിന് വേണ്ടി വാദിച്ച് നടക്കുന്ന, അവനോട് തേടുന്നത് ശിർക്കല്ലാത്ത ഒരീനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് നടക്കുക, എല്ലാം ശിർക്കല്ലെന്ന് പറഞ്ഞ് വാദിച്ച് നടക്കുന്ന ഇവരെ നമുക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട. ഐറ്റങ്ങളെ കാര്യമായിട്ടൊക്കെ നിങ്ങൾ തഹജ്ജുദാണ് ഐറ്റങ്ങൾ നിസ്കരിക്കുന്നത്. ഹജ്ജും ഉംറയും സദക്കയും സക്കാത്തും എത്രയാണ് ഐറ്റങ്ങൾ കൊടുക്കുന്നത്? നിര്യാണ്ട് മേലെ തുണിയല്ലേ ഐറ്റങ്ങളത്? താടി എത്ര നീളാണ് ഈ വിശ്വസം? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ നരകത്തിക്കല്ലേ പോകുന്നത്? നമ്മൾ സമസ്തക്കാർക്കെതിരെ നമ്മളിത് പറയില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ നരകത്ത് പോകുന്ന വിശ്വാസമാണെന്ന്. എന്റെ വിശ്വംകാർക്ക് അത് പറ്റാത്ത
അവരെക്കാളും മോശം വിശ്വാസമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ വിശ്വാസം ഇത് സ്ഥാപിച്ചെടുക്കാൻ ഇവിടെ സംവാദം നടത്തുക നമ്മളൊരു ഗ്രൂപ്പിലെ പിലാച്ചേരി സാഹിബ് 200-300 ആൾ വെച്ചിട്ട് അതിൽ 2-3 അഡ്മിന്മാരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുക. ഇവരൊക്കെ പാവങ്ങളാണ് സഹോദരങ്ങളെ. ഇവർ വിചാരിക്കണേ ഈ പണ്ഡിതന്മാരൊക്കെ ഞങ്ങളെ കൂടെ എന്നാ ഉണ്ടോ? ഞാൻ പറയട്ടെ, ഹുസൈൻ സൽഫിക്ക് വിശ്വാസം ഉണ്ടോ? കുഞ്ഞു മുഹമ്മദ് മദനിക്ക് പലപ്പോഴും വിശ്വാസം ഉണ്ടോ? പി എൻ അബ്ദുൽ ലത്തീഫ് മലിക്ക് വിശ്വാസം ഉണ്ടോ? ഇല്ല. പക്ഷെ അവരൊക്കെ ഇവരെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇവരൊക്കെ അതിൽ പെട്ടുപോയി. ഒരേ വിധിയാണ് ഇവർക്ക്. അതുകൊണ്ട് ഇവരൊക്കെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് കടന്നു വരണം. അത്രേ നമുക്ക് പറയാനുള്ളൂ. ജിന്നി പിശാചുക്കളോടാണോ തേടുന്നത് സഹായമാണോ, അത് ബുദ്ധിയും പ്രായപൂർത്തിയുള്ളവനാണോ എങ്കിൽ അവൻ പച്ച ശിർക്കാണ് ചെയ്യുന്നത്. വിശ്വാസം ശിർക്കാണ്, തേടിയിട്ടില്ല എന്നൊന്നും പറഞ്ഞ കാര്യം തേടിയ ശിർക്കലെന്ന് ചോദിച്ചാലും ശിർക്കാണ്. അതുകൊണ്ട് അതിന് മാറാൻ വിശ്വാസം കളയണം. തേടും ജിന്നിനോടാണോ എല്ലാ സഹായത്തോട്ടും ശിർക്ക. കാരണം എന്താണ്? സഹായം തേടുമ്പോൾ ഉത്തരം കിട്ടണം എന്നുള്ള ഒരു വിശ്വാസമില്ലാതെ സഹായം തേടാൻ പറ്റില്ല. അപ്പോൾ ഉത്തരം കിട്ടി സഹായിക്കാൻ, നമ്മുടെ തേട്ടം കിട്ടി ഉത്തരം കിട്ടി സഹായിക്കാൻ അവർക്ക് കഴിയില്ല. അത് ആളുണ്ട് എന്ന് വിചാരിച്ചാലും ഇല്ല എന്ന് വിചാരിച്ച് എങ്ങനെയായാലും അവർക്ക് കഴിയില്ല. അത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. എത്ര തവണ നമ്മൾ ആയത്ത് ഓതി കൊടുത്തു. സമസ്തക്കാർക്ക് മാത്രം ഓതാളല്ല സൂറത്ത് ഫാത്തിർ 14. കുർത്തുബിയുടെ തഫ്സീർ ഓൽക്ക് മാത്രമല്ല നമുക്കുള്ളത്, എല്ലാവർക്കും ഉള്ളതിന്. പടച്ചോനെ റബ്ബെ, വിസ്തങ്കാരൻ നരകത്തുക്കാളുള്ള റബ്ബെ പോണത്. പന്നാര മക്കളെ പണ്ഡിതന്മാരെ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് എത്ര കാലാണ് നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് അവിടെ അപ്പുറത്ത് പോയിരുന്ന പാട്ടും പാടി ഓലെ നേതാവ് സ്ഥാപിച്ച് നടക്കുക. അള്ളഹാനോട് നിങ്ങൾ മറുപടി പറയുന്നുണ്ട്. ഈ പാവങ്ങളുടെ ഓരോ വാദം കേൾക്കി അവരെ ഗ്രൂപ്പുകളിൽ വരും നിങ്ങൾ നേതാക്കളെ. കുഞ്ഞു മുഹമ്മദ് ബർഫൂരെ സഹോദര, അതുപോലെ PNA ഹുസൈൻ സലഫി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും. നിങ്ങളുടെ ആളുകൾ സംസാരിക്കുന്നത് കേൾക്കി, നിങ്ങൾ അവരുടെ വിശ്വാസം കേൾക്കി. നിങ്ങളിങ്ങനെ ഞങ്ങൾ തേടൂല, ഞങ്ങൾക്കള്ള മതി എവിടെ അത് നിങ്ങളെ വർത്താനോ അവര് സ്ഥാപിക്കുന്നത് നോക്കി. നിങ്ങൾ മനുഷ്യനോട് തേടി ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോണേ ഒരു മനുഷ്യന് പിന്നെ അവിടെ അക്സായത്തിൽ ഹുദൂഇ തളലൂൽ പിന്നെ എവിടെ നിന്ന് വരാനുള്ളത്? ഓട്ടോറിക്ഷ വിളിച്ച് വരുന്ന സാധനം ഇത് കൊറിയറിൽ വരുന്ന സാധനം. ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥ, ഒരു മുങ്ങിപ്പിട്ട് ഒരു മനുഷ്യൻ നീന്തൽ അറിയാത്ത ഒരു മനുഷ്യൻ വെള്ളത്തിലാണ് മുങ്ങി പൊങ്ങുമ്പോൾ അറിയാം അവന്റെ അവസ്ഥ. മരണ മുന്നിലേ അവിടെ അടുത്തുള്ള നമ്മുടെ മുന്നിലുള്ള ഒരു ചങ്ങായി അവിടെ ഉണ്ടെങ്കിൽ ഓനെ വിളിച്ചാൽ ആമോദര എന്നു രക്ഷിക്കണേ നമ്മുടെ അടുത്ത് വീട്ടിലാകുമ്പോൾ അവരുടെ പക്കത്തുള്ളവനെ വിളിക്കണ കാര്യം അത്ര ജിന്നിനെ വിളിച്ചാൽ അത് അവനോട് തേടിയാൽ ചെറുക്കാകാത്ത ജിന്നിനോട് തേടിയാലും ചെറുക്കല്ല. സൃഷ്ടികളോട് ജിന്നിനെ അവിടെ ഒന്നും പ്രത്യേകത ഒന്നുമില്ല. മനുഷ്യനോട് തേടുന്ന ചെറുക്കല്ലാത്തിയ ചായ ചെറുക്ക. അപ്പൊ മനുഷ്യനോട് സ്വർഗം തരക്കണേ, എന്റെ ഈമാനോട് കൂടി മരിപ്പിക്കണേ, എനിക്ക് ഇതായിട്ടില്ല, അത് ചെറുക്ക. അത് നിന്നോട് തേടിയാലും ചെറുക്ക. എന്റെ വിസ്തം സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ, പടച്ചോൻ നിങ്ങൾക്ക് ഈ പണ്ഡിതന്മാർ ഒരു പരീക്ഷണമാണ്. എന്റെ വിസ്തം സഹോദരങ്ങളെ, അള്ളാഹാനെ ഓർത്ത് നിങ്ങൾ ആ വിശ്വാസം നിങ്ങൾ നമുക്കൊന്നും വരണ്ട. പക്ഷെ ആ പിഴച്ച വിശ്വാസം മാറ്റി വെച്ച് അള്ളാഹുവിനെ ഓർത്ത് ജിന്നി പിശാചുക്കളോട് നമ്മൾ സഹായം തേടി അതെല്ലാം ചെറുക്കാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണമാണ്. ആണെങ്കിൽ പ്രാർത്ഥന ആണെങ്കിൽ ചെറുക്കുന്നല്ല സഹോദരൻ. എന്താണ് സഹോദരങ്ങൾ ഇങ്ങനെ എന്തിനാങ്ങളിൽ നിൽക്കുന്നത്? നരകത്തിലേക്ക് പോകുന്ന സഹോദരങ്ങൾ. നിങ്ങൾ ഒരു അമലും അത് സ്വീകരിക്കൂല. ചെറുക്ക് ചെയ്യുന്നവൻ്റെ ഒരു അമലും. പക്ഷെ ഒരാൾ ഞാൻ ചെയ്യുന്ന ചെറുക്കാണ്, ഞാൻ ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു, ഞാൻ അള്ളാഹു എല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ചെയ്യൂല. അത് സംസ്കാരം ചെയ്യണില്ല. നിങ്ങൾ അവരോട് ചോദിച്ചോക്കെ, മരിച്ചവരായ മഹാന്മാരോട് ഞങ്ങൾ അല്ലാത്തവർ ആരാധിക്കുന്നത് പറയോ, ഞങ്ങൾ ചെറുക്ക് ചെയ്യണമെന്ന് പറയോ? അവർ പറയോ? ഇല്ല. അവർ വിശ്വാസപ്രകാരം അത് ശരിയാണ്, നല്ലതാണ്, അതിൽ ചെറുക്കില്ല എന്ന് അതന്നെയാണ് ഈ വിസ്തങ്കാരം വിശ്വസിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹാൻ ഓർത്ത് ഐറ്റങ്ങൾ അവരെ കൂടല്, അവർക്ക് സപ്പോർട്ട് ചെയ്യല്. അവർ പിഴച്ച ചെറുക്കുക അള്ളാഹിന്റെ ഒരു പരീക്ഷണമാണ്. നമ്മളെയാണ് അള്ളാഹു പരീക്ഷിക്കുക. പിശാചി കളിക്ക് തൗഹീദുള്ളവരില്ല, അല്ലാതെ മറ്റുള്ളവരിലല്ല. അതുകൊണ്ടാണ് നമ്മളിൽ ഇങ്ങനെ ഗ്രൂപ്പുകളായി മാറുന്നത്.